എടാ നീ എവിടെയാടാ? ഞാൻ റോഡിലുണ്ട്, പറയടാ. പെട്ടെന്ന് റോഡിലോട് ഇറങ്ങിയേക്ക്, ഞാൻ ഇപ്പൊ അങ്ങോട്ട് വരാം. എന്താടാ പരിപാടി? അതാണോ? എന്നാ പെട്ടെന്ന് വാ. എടാ ഈ വഴി ചെക്കിങ് ഉള്ളതാ. ഒന്ന് പോടാ, ഈ മുടി സെറ്റാക്കാൻ തന്നെ 1 മണിക്കൂർ എങ്ങാണ്ട് എടുത്ത്. ഹെൽമെറ്റ് വെച്ചാ മുടി മടങ്ങിപ്പോ, അതുകൊണ്ട് ഇത് നീ തന്നെ വെച്ചു. മുടി പോയാൽ വളരും, പോലീസ് പിടിച്ചാൽ പണി കിട്ടും. ആകെ ഒരു ഹെൽമെറ്റേ ഉള്ളൂ. എടാ ഇത് കാശ് കൊടുത്ത് മേടിച്ചതാണോ? അത് എവിടുന്നെങ്കിലും അടിച്ചു മാറ്റിയാണോ? എടാ നിന്റെ ലൈസൻസ് ഉണ്ടോ? ഇല്ല. ഇൻഷുറൻസ് ഉണ്ടോ? ഇല്ല. എടാ പുല്ലേ, ഹെൽമെറ്റ് വെച്ചില്ലേ പണി കിട്ടും. നിനക്കെന്നാടാ പേടി? നീ ഹെൽമെറ്റ് വെച്ചിട്ടില്ലേ? അത് മതി. എന്റെ പൊന്നളിയാ, വണ്ടി ഓടിക്കുന്നത് നീയാ, അപ്പൊ ഹെൽമെറ്റ് വെക്കേണ്ടത് നീ തന്നെയാ. എന്നെ കൂടെ കൊല്ലാണോ എന്റെ പരിപാടി? എടാ സാന്ദ്ര കിച്ചു വരുന്നു. എടാ നീ വരുന്നോ? നമുക്കൊരു സ്ഥലം വരെ പോയിട്ട് വരാം. വാടാ. എടാ നീ വാടാ, ഞാൻ നിന്നെ തിരിച്ച് ട്യൂഷന് കൊണ്ടുവിടാം. ഇവന്റെ ഇന്നൊരു ചെലവുണ്ട്. എന്നാ ഞാനും വരാം, പെട്ടെന്ന് തന്നെ കൊണ്ടുവിടണം. ഹലോ ഗൈസ്, ഇന്ന് റോഡ് കിങ് അപ്പുവിന്റെ മരണമാസ റൈഡാണ്. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സാറേ ഇതുവഴി ഒരുത്തിനെ കാണുന്നില്ലല്ലോ സാറേ. നമ്മളിവിടെ നിൽക്കുന്ന കാര്യം നമ്മളെക്കാളും മുമ്പ് നാട്ടുകാർ അറിഞ്ഞു കാണും. അതെ സാറേ. എന്തായാലും സാർ ഒരു കപ്പലണ്ടി മുട്ടായി കഴിക്കേ. തനിക്ക് എപ്പോഴും ഈ കപ്പലണ്ടി മുട്ടായും പഴമാണോ പരിപാടി? ഇവിടെ പോലീസിന്റെ അന്തസ് കളയില്ലെന്ന് തന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഒരു കുരുത്തും കെട്ടവന്മാരെയും കാണുന്നില്ലോ ദൈവമേ. പണിപാടി ശശി അണ്ണൻ. എടാ പുല്ലേ, നിന്നോട് പറഞ്ഞില്ലേ ഹെൽമെറ്റ് വെക്കാൻ? ഞാൻ വരുന്നില്ലെന്ന് പറഞ്ഞല്ലേ, നീയൊക്കെ അല്ലേ എന്നെ വലിച്ചു കയറ്റിയത്. സാറേ താണ്ട് വരുന്ന മിന്നലും മുരളിയും കൂട്ടരും. ഇറങ്ങണം ഒന്നും താഴോട്ട്. ഇതൊക്കെ വരുന്നത് കണ്ട കൊതുകിന് പുകയടിക്കാൻ വന്നോലാണല്ലോടാ. സാറേ ഞങ്ങൾ കൃത്യമായ നിയമങ്ങൾ പാലിക്കുന്ന കോളേജ് സ്റ്റുഡൻസ് ആണ്. സാറേ കണ്ടില്ലേ, 2 പേര് ഹെൽമെറ്റ് വെച്ചിട്ടുണ്ട്. ഇവന്റെ തല തിരിഞ്ഞാണോ ഇനിയും തല തിരിച്ച് വെച്ചേക്കുവാണോ ഹെൽമെറ്റ്? വേട്ടാവളിന്റെ മുഖം എവിടെയാ? അതൊക്കെ പോട്ട്. ഇതാര്? ഇതന്നെയാണോ ഇത്? ചട്ടിയോ? സാറേ ഇത് ജപ്പാന്റെ ഹെൽമെറ്റാ. എന്തുവാടാ ഇത്? പാറ്റയും കൊതുകും ഒക്കെ കുടുംബത്തോടെ താമസിക്കുന്ന സ്ഥലമാണോ ഇത്? എന്തൊരു നാറ്റമാണോ ഇത്? ബുക്കും പേപ്പറൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേ. സാറേ ഇത് മുഴുവൻ കമ്പനിക്കാരോട്ട് കെട്ടി വെച്ചേക്കും. എനിക്ക് പറഞ്ഞ ഈ ഹാൻഡിൽ ബാറും 2 ഹെൽമെറ്റ് മാത്രമേ ഉള്ളൂ നിങ്ങളുടെയൊക്കെ സ്വന്തം. ഒരു 5000 രൂപ ഫൈൻ അടച്ചിട്ട് പോയാൽ മതി 3 പേര്. പിന്നെ ഒന്ന് എഴുതി കൊടുത്തേ 5000 രൂപ. അതുകൊണ്ടാ എന്റെ അമ്മാവൻ വരുന്നത്. ഇത് പഞ്ചായത്ത് പ്രസിഡന്റാ. അമ്മാവൻ പറഞ്ഞ സാറ് കേൾക്കും. നമ്മള് രക്ഷപ്പെട്ടു. അമ്മാവ ഞങ്ങളൊന്ന് രക്ഷിക്കണം. ഈ സാറുമാര് ഞങ്ങളെ വണ്ടി പിടിച്ചു. പ്രസിഡന്റ് സാറോ? ഇവര് നിങ്ങളുടെ പിള്ളേരാണോ? സാറേ ഇമാർക്ക് 5000 അല്ല 10000 അടിച്ചു കൊടുക്കണം. വണ്ടി സ്റ്റേഷനിലോട്ട് എടുത്തോ സാറേ. ഇത് ഞാൻ അനന്തരവൻ, അമ്മാവന്റെ അപ്പു. എടാ കുരുത്തം കെട്ടവന്മാരെ, അനന്തരവനായോണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ലൈസൻസ് ഇല്ല, ഇൻഷുറൻസ് ഇല്ല, പുകയില്ല, ഹെൽമെറ്റും ഇല്ല. നിനക്കൊക്കെ എന്തെങ്കിലും പറ്റിയാൽ വീട്ടിൽ നിന്ന് കരയാൻ നിന്റെയൊക്കെ അച്ഛനും അമ്മയും മാത്രമേ കാണത്തുള്ളൂ. സാറേ നിയമം എല്ലാവർക്കും ഒരുപോലെ. പ്രസിഡന്റിന്റെ അമ്മാവനായാലും അളിയനായാലും അനന്തരവനായാലും വഴി വെച്ച് നിയമം തെറ്റിച്ചാൽ കേസെടുത്തോണം. തെറ്റുപറ്റു, ക്ഷമിക്കണം. ഇനി ആവർത്തിക്കത്തില്ല. തെറ്റ് മനസ്സിലായല്ലോ സാറേ. സ്റ്റേഷനിൽ വന്ന് ഞാൻ ഫൈൻ എടുത്തോളാം. നടക്കടാ 3 ഹെൽമെറ്റ് പോലീസിന് വേണ്ടിയുള്ളതല്ല, നിങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. നിങ്ങളുടെ അശ്രദ്ധ കാരണം മറ്റുള്ളവരുടെ ജീവൻ അപകടത്തിലാക്കി.